ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിതാ ആൻഡമാനിൽ നിന്ന് യാത്ര തിരിച്ചു കേട്ടോ. അപ്പോൾ സേഫായിട്ട് നമ്മൾ കൊച്ചിയിലെത്തി. യാത്ര പോന്നു കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ കുറേ പേർക്ക് പരാതി, ദീദി എന്നെക്കുറിച്ച് പറഞ്ഞില്ല, നമ്മളെ മറന്നുപോയോ, നമ്മളുടെ ഫോട്ടോ ഒന്നും ആഡ് ചെയ്തില്ലല്ലോ എന്നൊക്കെ. അപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും എനിക്ക് ഒരുപോലെ മിസ് ചെയ്യും കേട്ടോ. പക്ഷെ നമ്മുടെ ഫോണിൻ്റെ കാര്യമല്ലേ, എപ്പോഴും എല്ലാം ഒന്നും സ്റ്റോറായി ഇരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഈ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, നമ്മളാകുന്ന രീതിയിൽ തന്നെ സ്നേഹിച്ചതിന്. അതേപോലെ വല്ലാണ്ട് ഇനി ആൻഡമാനൊക്കെ മിസ് ചെയ്യാൻ പോവുകയാണ്. ബീച്ച് ലൈഫും ഒക്കെ ഒരുപാട് മിസ് ചെയ്യും. അതോടൊപ്പം നിങ്ങളെയൊക്കെ മിസ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മിസ്സിങ് ആണ്. പക്ഷേ നമ്മുടെ ഒരു പ്രൊഫഷൻ ഇതായതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും വെച്ച് എന്തായാലും കാണാം. അതിനുള്ളൊരു പ്രൂഫും ഈ വീഡിയോയിൽ തന്നെ ഞാൻ തരാം കേട്ടോ. അപ്പോൾ ഞാനങ്ങ് ഇങ്ങ് എത്തിയതിന് ശേഷം കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ ഉള്ള കുറേ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നു കേട്ടോ. അപ്പം എനിക്ക് അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, അവൾക്ക് എന്നെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ കുഞ്ഞിക്കുട്ടിയല്ലേ, ഒരു ദിവസം 2 ദിവസം കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ മറന്നോളും. അപ്പോൾ അവൾ എത്രത്തോളം എൻ്റെ അടുത്ത് കംഫർട്ടായിരുന്നു എന്നുള്ളത് ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് വെക്കുന്നത് എൻ്റെ ഓർമ്മയ്ക്കോ അല്ലെങ്കിൽ യൂട്യൂബിലിടാനെന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അവരെൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളോടുള്ളൊരു ഇഷ്ടം കൊണ്ടല്ലേ. അപ്പോൾ സരിതയും പയ്യയും കൂടെ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ ഓപ്പൺ ആക്കി നോക്കിയിരുന്നില്ലേ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ അത് എന്നെ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് അറിഞ്ഞിട്ടാണ് അവർ ഗിഫ്റ്റ് തന്നതെന്നൊക്കെ. അപ്പോൾ അവർ തന്ന ഗിഫ്റ്റ് വളരെ വലിയൊരു ഗിഫ്റ്റായിരുന്നേ. നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ തന്നെ അറിയില്ലായിരുന്നു. എന്നാലും അവൾ തന്നത് വലിയൊരു സുബ്രഹ്മണ്യനെയാണ്. ആളെയും കൊണ്ട് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണേ. ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. കൊച്ചി എത്തി. വണ്ടി കിട്ടോ? ജി സാർ. അതെ, കൊച്ചി എത്തി. അപ്പോൾ കൊച്ചി എത്തിയിട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു റെന്റൽ ഹോം ഒക്കെ. കാരണം നമ്മൾ ഈ പ്രാവശ്യം ക്വാർട്ടറിനകത്തല്ല നിൽക്കുന്നത്, ഒരു പുറത്താണ്, കേരളമല്ലേ. മാത്രമല്ല നമ്മൾ ഇത്രയും നാൾ ക്വാർട്ടറിൽ നിന്നുകൊണ്ട് ഇനി ഇവിടെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഔട്ടറിലൊരു വീടൊക്കെ എടുത്ത് ലൈഫ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ എത്തുന്നതിന് മുമ്പ് രഞ്ജിയേട്ടനും രശ്മി ചേച്ചിയും നമ്മുടെ ഇവിടെ ആൻഡമാനിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ട്സാണ്. ഇതാണ് ഞാൻ പ്രൂഫ് കാണിക്കാമെന്ന് പറഞ്ഞത്. അവിടുന്ന് അവർ സെൻഡ് ഓഫ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിച്ചില്ലല്ലോ ഉടനെ തന്നെ നമുക്ക് ഇനിയും കാണാൻ പറ്റുമെന്ന്. അപ്പം 1 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തി. നമ്മുടെ പഴയ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ കാർവാറിൽ, അതായത് ആൻഡമാനിൽ ഞാൻ എത്തുന്നതിന് മുമ്പേ കാർവാറിലായിരുന്നു. അവിടെ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് കീർത്തി, അവളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ രഞ്ജിയേട്ടനും രശ്മി ചേച്ചിയും മനോജേട്ടനും സീന ചേച്ചിയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. എന്നെ ആദ്യമായിട്ട് ആൻഡമാനിൽ മലയാളികളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മനോജേട്ടനും സീന ചേച്ചി ഉൾപ്പെടെ നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്തു. അവർ രഞ്ജിയേട്ടനും ചേച്ചിയും വീടൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നപ്പോൾ അത്യാവശ്യം നമുക്ക് വാട്ടർ ടാങ്ക് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. പിന്നെ വീടിന്റെ പുറം ഭാഗവും കതവും ജനലും അങ്ങനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു കേട്ടോ. അത്രേ ഉള്ളൂ. കുറേ ദിവസം സമയം എടുത്തിട്ട് നമ്മൾ ഓരോ ദിവസമാണ് ഓരോന്നിനു വേണ്ടി ഓടുന്നത്. കാരണം വീടിന്റെ പുറത്തല്ലേ നിൽക്കുന്നത്. അപ്പം ഗ്യാസിന്റെ കണക്ഷൻ അങ്ങനെയൊക്കെ ഓടണമല്ലോ. ഗ്യാസും സാധനങ്ങളും ഒക്കെ രഞ്ജിയേട്ടൻ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കങ്ങ് കയറി താമസിച്ചാൽ മതിയായിരുന്നു. ഈവൻ ചായപ്പൊടി പഞ്ചസാര ഉൾപ്പെടെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് വരിക, അങ്ങ് ജീവിച്ച് തുടങ്ങുക, അങ്ങനൊരു സെറ്റപ്പിൽ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഹെൽപ്പായിപ്പോയി ഞങ്ങൾക്ക്, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റായി അടുത്ത ദിവസം നമ്മൾ നമ്മുടെ ലൈഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ചെറിയ തോതിൽ ഞാനും പ്രജീഷ് മാത്രമായിട്ട് രാവിലെ ചായ കുടിക്കണമല്ലോ, അതിനു വേണ്ടി പാല് കാച്ചിയതാണ് കേട്ടോ. അപ്പം എന്തായാലും പാല് കാച്ചുന്നതല്ലേ, ഒരു നല്ല കാര്യം തുടക്കമല്ലേ എന്ന് കരുതിയിട്ട് അങ്ങ് തൂവി പോകട്ടെ എന്ന് വിചാരിച്ച് കുഞ്ഞായിട്ടൊരു പാലുകാച്ചൊക്കെ നടത്തി നമ്മൾ നമ്മുടെ ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ പറയട്ടെ, കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ആൻഡമാനിലായിരുന്നപ്പോൾ കൂടുതലും സമയവും പ്രജി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പോലെ തന്നെ 2 ഐലൻഡിലായിരുന്നു. പഴയ വീഡിയോയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണല്ലോ ഒന്നും കൂടെ. അപ്പോൾ നന്നായിട്ട് തന്നെ തുടങ്ങിക്കോളാമെന്ന് കരുതിയിട്ട് നമ്മൾ പാല് കാച്ചി പിന്നെ പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് തേയിലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചായ കുടിച്ചു. അപ്പം പഞ്ചസാരയും തേയിലപ്പൊടിയും മുതലായ സാധനങ്ങളെല്ലാം മേൽ പറഞ്ഞ പോലെ രഞ്ജിയേട്ടനെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് പോയിട്ട് ഷോപ്പിംഗ് ചെയ്ത് കേട്ടോ. അവർ നമ്മുടെ ഒരു ബേസിക്കലി നമുക്ക് വേണ്ടതാണല്ലോ വെച്ചത്. വന്ന ഉടനെ ഇമ്മീഡിയറ്റ്ലി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ
പിന്നെ ബാത്റൂമിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഇതൊക്കെ എന്താണ് ഇങ്ങനെ മേടിക്കുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ആ ബാത്റൂമിൽ ഫിക്സ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഈ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലോ, ഒരിക്കലും പറിച്ചാൽ പോരില്ല. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഓർഡർ ചെയ്തത് ഇതിന് കണക്കായിട്ടുള്ള, അതായത് ഇവിടെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, നേരത്തെ താമസിച്ചവർ ഫിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അതിന് കണക്കായിട്ടുള്ള സോപ്പ് ഡിഷുകളൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. ഇവിടെ പിന്നെ മീഷോ ഒക്കെ അല്ലേ, ആമസോണും മീഷോ ഒക്കെ വളരെ പെട്ടെന്ന് വിത്തിൻ 2 days 1 day ഒക്കെ വരുന്നുണ്ട്. ആൻഡമാനിലായിരുന്നപ്പോൾ 15-20 ദിവസമൊക്കെ അല്ലേ. അപ്പൊ ശരി, ഇവിടെ അതുകൊണ്ടൊക്കെ കുറെ നല്ല കാര്യങ്ങൾ അതുകൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു നല്ല ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പിന്നെ അടുത്തൊരു ദിവസം നമ്മുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ഒരു ദിവസം തന്നെ നമ്മൾ വൃശ്ചിക മാസം 1-ാം തീയതി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ അമ്പലത്തിൽ പോയി കേട്ടോ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഈ വീഡിയോ എത്ര ഇതായി എന്നുള്ളത്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ തിരക്കിന്റെ ഇടയിൽ എല്ലാം കൂടെ ഒരുമിച്ച് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കുന്നത് അങ്ങനെ അപ്പ കാണിക്കുന്നു, ചെറിയ ഷോർട്സ് ഇട്ട് അപ്പ കാണിക്കുന്നു. ഇതിപ്പോൾ കംപ്ലീറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിവിടെ പോയത് ഫസ്റ്റ് അഴകിയകാവ് ദേവീക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെ തൊഴുതു, പോയി പ്രാർത്ഥിച്ചു. അവിടെ മണ്ഡലകാലം ആയതുകൊണ്ട് അവിടെ നല്ല ഭജനയും അതേപോലെ നാമകീർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഫീലായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് കേട്ടോ. കാരണം ഇങ്ങനെ കൽവിളക്കുകളൊക്കെ കത്തി നിൽക്കുന്നു, അതേപോലെ എല്ലാവരും ദീപാരാധനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ശംഭൂട്ടനാണെങ്കിലും ഇത്രയും വലിയൊരു ഏരിയ ഉള്ള ഒരു അമ്പലമൊക്കെ കണ്ടിട്ട് കുറേ നാളായല്ലോ. അപ്പം ബാക്കി പുറത്തുള്ള മലയാളി അമ്പലങ്ങളെന്നൊക്കെ വെച്ചാലും മറ്റേ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചുറ്റുമതിലോടുകൂടി കെട്ടി അങ്ങനെ ഉള്ള അമ്പലങ്ങളല്ലേ. ഇതിപ്പോ അങ്ങനെ വിശാലമായി കിടക്കുന്ന വലിയൊരു അമ്പലമാണ് കേട്ടോ അഴകിയകാവ് ദേവീക്ഷേത്രം. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ സുബ്രഹ്മണ്യനില്ല, മുരുകനില്ല. അപ്പം എന്റെ ആവശ്യം എങ്ങനെയെങ്കിലും ഒരു മുരുകനുള്ള അമ്പലത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വിശാൽ മാളിൽ കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേന് സ്കന്ദഷഷ്ടിയുടെ ഒരു പോസ്റ്റർ അവിടെ കണ്ടിരുന്നു. ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്തായാലും സ്കന്ദഷഷ്ടി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു സുബ്രഹ്മണ്യം കാണുമല്ലോന്നേ. പക്ഷെ അങ്ങനെ നമ്മൾ നോക്കിയെല്ലാം ചെന്ന് ഇങ്ങനെ പറഞ്ഞറിഞ്ഞ് നമ്മളൊരു ചട്ടിയെല്ലാം മേടിക്കാൻ പോയായിരുന്നു, മൺപാത്രങ്ങൾ. അപ്പൊ അവിടെ നോക്കുമ്പോഴാണ് അവിടെ വേറൊരു അമ്പലം കണ്ടത്. അത് ഈ അഴകിയകാവ് അമ്പലത്തിനോട് മുട്ടിയില്ല എന്നുള്ള രീതിയിലുള്ളൊരു അമ്പലമാണ്. ജസ്റ്റ് ഒരു 100 മീറ്റർ അപ്പുറത്ത് എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും അവിടെ കൂടെ പോവാം. എന്തായാലും രാത്രിയായി, അപ്പൊ എന്തായാലും ലേറ്റ് ആവും. നട അടച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ നട അടച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ പോയി തൊഴുതു. ഇതൊക്കെ അഴകിയകാവ് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ആ ഒരു സ്റ്റോറി ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇതൊരു ദേവീക്ഷേത്രമാണ്. അപ്പൊ എനിക്ക് വേണ്ടിയത് സുബ്രഹ്മണ്യനെ കാണുക, മുരുകനെ കാണുക എന്നുള്ളതാണ്. നമ്മളിവിടെ എത്തി എന്നുള്ള ആ പുള്ളിയോട് ഡയറക്റ്റ് ഒന്ന് പറയാനുള്ള എൻ്റെ ഒരു വരെയാണ് കേട്ടോ. അപ്പം നമ്മൾ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ടേക്ക് പോയി. കാരണം അങ്ങോട്ടേക്ക് ചെന്നപ്പോഴാണ് കാണുന്നത് നമ്മുടെ വിശാൽ മാളിനെ മുട്ടി തന്നെ, അതിനെ മുട്ടി തന്നെയാണ് ഈ അമ്പലം ഇരിക്കുന്നത്. അപ്പം നേരെ നമ്മൾ ആ അമ്പലത്തിൽ ചെന്നു. വിശ്വസിക്കാൻ കഴിയില്ല, ആ സമയത്ത് ഒരു കുട്ടി അവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നു. നമുക്ക് അവിടെ ചെന്ന് പ്രസാദമൊക്കെ തന്നു. നമ്മളതൊക്കെ എടുത്തു കഴിച്ചു. അതേപോലെ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പൂമാലയൊക്കെ കിട്ടി. അപ്പം ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നമ്മൾ നട അടച്ച് കാണും, രാത്രിയായില്ലേ, നട അടച്ച് കാണും എന്നിങ്ങനെ വിചാരിച്ച് പോവുകയാണ്. അപ്പം നട അടയ്ക്കാതെ നമുക്ക് വേണ്ടി ഒരു കുട്ടി, ആ കുട്ടി പാട്ട് പാടുന്നത് കൊണ്ടാണ് മേ ബി നട അടയ്ക്കാതിരുന്നത്. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമ്മളിതാ ഈ അമ്പലമാണ് കേട്ടോ, കുഞ്ഞമ്പലമാണ്, പക്ഷെ അടിപൊളി അമ്പലമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി നമ്മൾ അന്ന് അവിടെ പോയതുകൊണ്ട് എന്ന് തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്വീറ്റ് നെയിം ഒരു ബേക്കറിയിൽ നിന്ന് കണ്ടു കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം അമ്മയും ചിറ്റയും ചിറ്റപ്പനും അവരുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മൂകാംബികയിൽ പോകാൻ വേണ്ടി ഈ റൂട്ട്, എറണാകുളം റൂട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോകുമ്പോൾ അമ്മയോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, അമ്മ എനിക്ക് സ്വീറ്റ് നാൻ മേടിച്ചുകൊണ്ട് തരണേ എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് സ്വീറ്റ് നാൻ കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. കാരണം കുറേ നാളായി, ഏകദേശം 1.5 വർഷത്തിന് മുകളിലായി ഞാൻ അത് കഴിച്ചിട്ട്. ഇത് ഞാൻ എൻ്റെ ചെങ്ങന്നൂർ വീടിൻ്റെ അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, മനോജോമന്റെ കടയിൽ മാത്രമേ ഞാൻ ഈ സാധനം കണ്ടിട്ടുള്ളൂ. അവിടുന്ന് ഞാനിത് മേടിച്ചിട്ടുള്ളൂ. പക്ഷെ വേറെ എല്ലായിടത്തും ഉള്ള സാധനം തന്നെയാണ്. ഞാൻ എപ്പോഴും മനോജാമിന്റെ കടയിൽ നിന്നേ മേടിക്കാറുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അമ്മയും ചിറ്റയൊക്കെ വരുമ്പോൾ ഇത് കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷേ തൊട്ടടുത്ത ദിവസം, അതിന് മുമ്പുള്ള ദിവസമാണ് നമ്മൾ അമ്പലത്തിലെല്ലാം പോയിട്ട് കടയിൽ കണ്ടത്. അപ്പം തന്നെ ഞാൻ അമ്മോട് വിളിച്ചു പറഞ്ഞു, അമ്മ ഇതൊന്നും വേണ്ട, എനിക്കിവിടെ കിട്ടുന്നുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ അവരെ കണ്ട് തിരിച്ചു മടങ്ങുമ്പോഴത്തേക്ക് നമ്മളൊരു ചായ കുടിക്കാമെന്ന് കരുതി. അപ്പം അവിടെ നല്ല അടിപൊളിയായിട്ട് ചൂട് പൊറോട്ട അടിക്കുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു ലക്ഷറി ആയിട്ടാണ് തോന്നുന്നത്. കാരണം
നമ്മൾ ഫ്രോസൺ പൊറോട്ടയും പിന്നെ നമ്മുടെ ഫ്രൈ വിങ്സിൽ പറയാതിരിക്കാൻ കഴിയില്ല. ഫ്രൈ വിങ്സിൽ നമുക്ക് അടിപൊളി പൊറോട്ടയാണ് തന്നുകൊണ്ടിരുന്നത്. പല സ്ഥലത്തും കിട്ടുന്നുണ്ടെങ്കിലും നമ്മളധികം ഇതിനൊന്നും എക്സ്പ്ലോർഡ് ആയിരുന്നില്ല അവിടെ നിന്നിട്ട്. അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ പുറത്ത് നിന്നിട്ട് തന്നെ നമുക്ക് കാണുന്ന രീതിയിൽ ചൂടായിട്ട് പൊറോട്ട അടിക്കുമ്പോൾ പ്രജി ഇങ്ങനെ പറഞ്ഞു, നമുക്കെന്നാ ഒരു പൊറോട്ട മേടിച്ചാലോ, നീ മേടിച്ചോ, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ശമ്പൂട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് വേണ്ടാന്നേ. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ചിറ്റ വന്നപ്പോൾ ഇല്ലേ, അമ്മ ഇങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് കൊണ്ടു തന്നല്ലോ. അപ്പോൾ കൂട്ടത്തിൽ ചിറ്റയുടെ സ്പെഷ്യൽ മോരുകറി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആരെങ്കിലും കേട്ടാൽ എന്നെ കളിയാക്കും, ഒരു മോരുകറിക്ക് വേണ്ടി പൊറോട്ടയും ബീഫും വേണ്ടെന്ന് വെച്ചോ എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ. അപ്പോൾ എനിക്കിന്ന് ചിറ്റ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ മോരുകറി കൂട്ടിയിട്ട് ചോറ് കഴിക്കാനാണ് തോന്നിയത്. ചോറ് നമ്മൾ ഓൾറെഡി ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ പൊറോട്ടേനെ പൂർണ്ണമായിട്ടും കളഞ്ഞു. പൊറോട്ട എൻ്റെ ഫേവറേറ്റ് ആണേ, അല്ലാന്നല്ല, പക്ഷേ ഒരു പടി മുമ്പിൽ നിൽക്കുന്നത് മോരുകറി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മളൊരു ചായയും, അതായത് പ്രജി ഒരു ചായയും ഞാനൊരു കോഫിയും കുടിച്ചിട്ട് അവിടുന്ന് നേരെ പോവാന്ന് വിചാരിച്ചു. എന്നാലും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖം. അപ്പോൾ അതാ അമ്മ കൊണ്ടുവന്ന സാധനത്തിൻ്റെ പെട്ടി തുറക്കാൻ നമുക്ക്. ഇതെല്ലാം കൂടുതലും ശമ്പൂട്ടൻ പറഞ്ഞ സാധനങ്ങളാണ് കേട്ടോ. പോപ്പിൻസ്, സെൻട്രൽ ഫ്രഷ്, പിന്നെ അമ്മ ഇതിനിടയ്ക്ക് മധുര മീനാക്ഷി പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് കീ ചെയിനൊക്കെ മേടിച്ചു. പിന്നെ ശമ്പൂട്ടൻ്റെയും എൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ശമ്പൂട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്, അതായത് ബണ്ണ്. ഇതൊക്കെ ഇവിടെ കിട്ടുന്നതാണ്, പക്ഷെ എന്നാലും അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അമ്മ ഇങ്ങനെ മേടിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ലിറ്റിൽ ഹാർട്ട് ശമ്പൂട്ടൻ തിരിഞ്ഞു നോക്കൂല. പിന്നെ ഈ സാധനങ്ങളൊന്നും ശമ്പൂട്ടൻ കഴിക്കില്ല, കാരണം ഭയങ്കര സ്വീറ്റാണ്. ഇത് പിന്നെ നമ്മുടെ പയ്യാവൂർ ഉത്സവത്തിന് കിട്ടുന്ന പോലെ ഒരു എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള സാധനം, ഇതും ശമ്പൂട്ടൻ കഴിക്കില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു അഡീഷണൽ ബോണസായിട്ട് തോന്നി, അവന് വേണ്ടി കൊണ്ടുവന്നതാണെങ്കിലും കേട്ടോ. അങ്ങനെ പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടിയ സാധനങ്ങൾ, മല്ലിപ്പൊടി, മുളക് പൊടി, ശമ്പൂട്ടിന് വേണ്ടിയിട്ടുള്ള പപ്പടം, പിന്നെ എൻ്റെ ചാച്ചി വളരെ സ്നേഹത്തോടു കൂടി അമ്മയ്ക്കും ചിറ്റയ്ക്കും ഒക്കെ കഴിക്കാൻ മേടിച്ചു കൊടുത്ത ഉള്ളിവടയാണ്, അത് ഇങ്ങ് കൊണ്ടു തന്നിട്ടുണ്ട് അമ്മ. പിന്നെ എൻ്റെ ലൈഫ് സേവറായിട്ടുള്ള കാപ്പിപ്പൊടി. അപ്പം നമ്മുടെ സാധാരണ പാലൊഴിക്കാത്ത കാപ്പിക്ക് ഇത് അടിപൊളിയാണ്. അപ്പോൾ പാലൊഴിക്കാത്ത കാപ്പി ഞാൻ കുടിക്കുന്നത് ഈ കാപ്പിപ്പൊടിയാണ് കേട്ടോ. ഇതാണ് എനിക്ക് എപ്പോഴും അമ്മ കൊണ്ടുതരുന്നത്. പിന്നെ നമ്മുടെ മുരുകൻ അമ്പലത്തിലെ നാരങ്ങ കൂടി ഇട്ടിട്ടുള്ള നാരങ്ങ അച്ചാറ്, അതേപോലെ ഇതാണ് വിശ്വവിഖ്യാതമായ ചിറ്റയുടെ മോരുകറി. എൻ്റെ ഫേവററ്റ് എന്ന് വെച്ചാൽ എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞ് പിന്നെ ചിറ്റ ഉണ്ടാക്കുന്നതാണ്. അമ്മയൊന്നും ഇത്ര നന്നായിട്ട് ഉണ്ടാക്കില്ലെന്നേ. പിന്നെ കാച്ചിയെണ്ണ ഇല്ലാതെ ഒരു കാര്യമില്ല. പിന്നെ അതേപോലെ പഴുത്ത മാങ്ങ ഉപ്പിലിട്ടത്, ഇതും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞു, കാരണം വെയിറ്റ് ആണല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് കരുതിയിട്ട്. പിന്നെ എന്നോട് ഉപ്പുവെള്ളം കാച്ചി ഒഴിച്ചാൽ മതി ഇതിങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഇത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് മഞ്ജുപ്പച്ചിയുടെ വീട്ടിലെ മുട്ടയാണ്. എന്നാലും അമ്മ നല്ല നാടൻ മുട്ട എൻ്റെ അച്ഛൻ്റെ കസിൻ സിസ്റ്ററാണ്. അപ്പോൾ മഞ്ജുപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. ഇവിടെ മുട്ട കിട്ടാത്തതുപോലെ അമ്മ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് ഇതൊക്കെ. ഞാൻ കേരളത്തിലാണ്, ഞാൻ അമ്മയെ പോലെ നാട്ടിലാണെന്നുള്ളൊരു ബോധം അമ്മയ്ക്ക് ഇല്ലാന്ന് തോന്നും. എന്നിരുന്നാലും വന്നപ്പോൾ തന്നെ കുറച്ച് ചോറും മോരുകറിയും കുറച്ച് മീൻ പൊരിച്ചതും മാത്രം കൂട്ടി ഞാൻ അങ്ങ് കഴിച്ചു. അമ്മയും ചിറ്റപ്പനും ചിറ്റയും ഫ്രണ്ട്സും എല്ലാവരും കൂടെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് മൂകാംബികയിലും മുരുടേശ്വരം എല്ലാം തൊഴുതിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു കേട്ടോ. ബൈ ദാറ്റ് ടൈം നമ്മൾ ശമ്പൂട്ടിൻ്റെ സ്കൂളിൽ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതേപോലെ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ചിക്കനും അതേപോലെ വെജിറ്റേറിയൻ ഫുഡും കഴിച്ചിട്ട് ഇങ്ങനെ മടുത്തിരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് ബീഫൊക്കെ മേടിക്കാമെന്ന് കരുതിയിട്ട് നമ്മളതൊക്കെ മേടിച്ച് നമ്മൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഒരു നോർമൽ ലൈഫ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ആകെ മേടിച്ചൊരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു TV ആണ് കേട്ടോ. പുതിയതായിട്ടൊരു TV വാങ്ങി വൈഫൈ കണക്ഷനൊക്കെ എടുത്തു. അപ്പോൾ ആ TV ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒന്നിനും മാണി അടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിലും ഞാൻ ക്വാർട്ടർ ലൈഫിലേ പറഞ്ഞിരുന്നില്ല, ഞാൻ എവിടെയും മാണി അടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അപ്പം ഓൾറെഡി ഇവിടെ കുറേ ആണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഉള്ള ആൾക്കാർ താമസിച്ചിട്ട് അവരിങ്ങനെ ആണി അടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ, എന്തൊക്കെ സാധനങ്ങളാണോ എവിടെയൊക്കെയാണോ എന്ന് വെച്ചാൽ. അപ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ വിചാരിക്കുന്നത്. കാരണം പുതിയതായിട്ട് പെയിന്റിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നാലും വരുന്നവർ പലയിടങ്ങളിലായിട്ട് ഈ ആണി അടിച്ചാൽ അത് ബിൽഡിങ്ങിന് തന്നെ മോശമാണല്ലേ. അപ്പം അതങ്ങനെ അങ്ങ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്തായാലും ശമ്പൂട്ടനെയും കൊണ്ട് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമ്മൾ ഈ പാക്കിങ്ങും ഷിഫ്റ്റിങ്ങും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവന് വേണ്ടി ഒരു ടൈം കൊടുക്കുന്നില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നേ. അങ്ങനെ വീടിനെ തൊട്ടുമുട്ടിയിട്ട് തന്നെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ വന്നിട്ട് കുറച്ചു നേരം ശമ്പൂട്ടിൻ്റെ കൂടെ കളിച്ചു. അപ്പോൾ അത് ഊഞ്ഞാൽ കിട്ടിയ സന്തോഷത്തിൽ, ഇത് മെറ്റലിൻ്റെ ആണേ, അപ്പം അവനങ്ങനെ കയറി നിൽക്കാനുള്ളൊരു സൗകര്യമുള്ള ഊഞ്ഞാലായതുകൊണ്ട് ആൾ കയറി നിന്നിട്ടൊക്കെ ഊഞ്ഞാലാടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ
നമ്മളപ്പം നമ്മുടേതായ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ ഇരിക്കുമ്പോൾ വീഡിയോ ഇങ്ങനെ ഓണാക്കി വെച്ചതാണ്. അപ്പോൾ അടുത്തൊരു കുട്ടി അവിടെ വന്നിരുന്നിട്ട് ഊഞ്ഞാൽ ഇരുന്നിട്ടാടുന്ന കണ്ടപ്പോൾ ഇവന് തന്നെ തോന്നി, അയ്യോ ഞാൻ ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത പരിപാടിയാണല്ലോ, അതുകൊണ്ട് ഇരുന്നാടിയേക്കാന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവിടെ ഇരുന്നു കേട്ടോ. എന്നാൽ ഇരുന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ ഇരുന്നാടിയിട്ട് ചെരുപ്പൊക്കെ നല്ല ഡീസൻ്റ് ആയിട്ട് എടുത്ത് കാലിൽ ഇട്ടപ്പോൾ ഉണ്ട് അടുത്ത ആൾ വന്ന് അവനെ എണീപ്പിച്ച് വിട്ടിട്ട് ആ ആളുതാ എണീറ്റ് നിന്നിട്ട് ഊഞ്ഞാലായിരുന്നു. ഞങ്ങളുടെ ഇരുന്ന് ചിരിച്ചു. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ, ചമ്മിപ്പോയ അവസ്ഥയിലായിരുന്നു ശമ്പൂട്ടൻ. പിന്നെ നമ്മൾ ആൻഡമാനിൽ വെച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രശ്മി ചേച്ചിയും രഞ്ജിത്തേട്ടനും ആദിക്കുട്ടനും അമ്മൂട്ടിയും ഇവിടെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ നമുക്കൊക്കെ ഇനി ഒരുമിച്ച് കാണാൻ പറ്റും എന്നൊരു ഉള്ളതിന്റെ തെളിവ് ഞാൻ തരാമെന്ന്. ഇത് തന്നെയാണ് കേട്ടോ. അവരവിടുന്ന് പിരിഞ്ഞു പോരുമ്പോൾ നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇങ്ങോട്ടാ വരുന്നതെന്ന്. അതേപോലെ തന്നെയാണ് കീർത്തിയും സഞ്ജുവേട്ടനും ഒക്കെ. അപ്പം നമ്മൾ വന്നതിന്റെ പിറ്റേന്ന് തന്നെ രശ്മി ചേച്ചിയും മക്കളും കൂടെ നാട്ടിൽ പോയിരുന്നു വരുന്ന അന്ന് തന്നെ. അതുകൊണ്ട് അവരെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കീർത്തിനെയും സഞ്ജുവേട്ടനും ഒക്കെ കാണാൻ വേണ്ടി പോയി. അവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. വരുന്ന വഴിക്ക് അവരും കൂടെ നമ്മുടെ കൂടെ വരുന്നു വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളും അവരെ കൂട്ടിക്കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ ബേബിക്കുട്ടൻ ചാടി നമ്മുടെ വണ്ടിയിലും കയറി, ശമ്പൂട്ടൻ കയറി വേഗം സഞ്ജുമാമന്റെ വണ്ടിയിലും കയറി ഞങ്ങൾ ഒരുമിച്ച് നമ്മുടെ ഇപ്പോൾ ഉള്ള പുതിയ വീട്ടിലേക്ക് വരികയാണേ. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആൻഡമാനിൽ നിന്ന് പാക്കേജസ് വഴി അയച്ച് നമ്മുടെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ. അപ്പോഴത്തേക്ക് രശ്മി ചേച്ചി നാട്ടിലെത്തി, തിരിച്ച് ഇങ്ങെത്തിയായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ നല്ല സേഫായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിന്റെ സമയത്ത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമ്പോൾ അങ്ങനെ ആയിട്ടുള്ള കുറച്ച് മണ്ണും പൊടിയും ഒക്കെ ഉണ്ട് എന്നല്ലാതെ ബാക്കിയെല്ലാം സേഫാണ്. വണ്ടി കിട്ടിയ പാടെ ബാക്കി സാധനങ്ങളൊക്കെ രാത്രി കൊണ്ടുതരാമെന്ന് അവർ പറഞ്ഞു. വണ്ടി കിട്ടിയ പാടെ നമ്മൾ ആദ്യം പോയത് രശ്മീസിയുടെ വീട്ടിലേക്കാണ്. അവിടെ പോയി അവിടുന്ന് കുറേ നേരം സംസാരിച്ച് അവിടെ കടലൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ചടപടാന്ന് പരിപാടി അങ്ങ് തുടങ്ങി. നമ്മുടെ വന്ന സാധനങ്ങളൊക്കെ അഴിക്കുന്നു, എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്ന് നോക്കുന്നു. പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് നമ്മൾ ഈ വീട് അങ്ങ് അറേഞ്ച് ചെയ്ത് കേട്ടോ. എങ്ങനെയാണോ നമ്മൾ ആൻഡമാനിലെ വീട് വെച്ചിരുന്നത് അതേപോലെ ഒറ്റ രാത്രി കൊണ്ട് ഈ വീട് അങ്ങ് അറേഞ്ച് ചെയ്തു. അതിന് വലിയൊരു കാരണമുണ്ട്. നാളെ രാവിലെ തന്നെ, അതായത് ഈ പെട്ടി തുറന്ന അടുത്ത ദിവസം രാവിലെ തന്നെ അച്ഛനും അമ്മയും ഒക്കെ, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാരണം അതിന് ഒന്നും കൂടി ഉണ്ട്. മറ്റന്നാൾ രാവിലെ, അതായത് ഇത് കഴിഞ്ഞ് 3-ാം ദിവസം രാവിലെ പ്രജി ഒരു കോഴ്സിന് വേണ്ടി 1 മാസത്തേക്ക് പോവുകയാണ്. അപ്പോൾ 1 മാസം പ്രജി വീണ്ടും വീട്ടിൽ കാണില്ല. ഇത്രയും നാളും ദൂരെ താമസിച്ചിട്ട് ഇനിയെങ്കിലും ഇവിടെ വന്നാലെങ്കിലും അടുത്ത് കാണുമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ് ഞാനെടുത്തത്. ഇവിടെ വന്നത് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഈ സ്ഥലം ഒന്ന് പരിചയമാവുന്നതിന് മുമ്പ് തന്നെ പ്രജി കോഴ്സിന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ചാച്ചിയും അമ്മയും വരുമ്പോൾ അവർക്കുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചു വന്ന സാധനങ്ങളും പാത്രങ്ങളും എല്ലാം അകത്താണല്ലോ, അല്ലാതെ ഒരു ചായപാത്രം കൊണ്ട് അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി. അവൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രജിയും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്ന സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. അവർ വന്നു ഹാപ്പി ആയിട്ട്. പ്രജി കോഴ്സിന് പോയി, ശമ്പൂട്ടൻ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. സ്കൂളിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ആനുവൽ ഡേക്ക് വേണ്ടി വെക്കേഷൻ തുടങ്ങി കേട്ടോ. പിന്നെ നോർമലി പോയി ഒക്കെ തുടങ്ങി. അതിനിടയ്ക്ക് അരുണിമ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അരുണിമ വേറൊരാളെ കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു എന്ന് പറയട്ടെ. എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവർക്കും ഒരു കാര്യം പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, പ്രത്യേകിച്ച് ഇങ്ങനെ ഗുണമുള്ള കാര്യങ്ങളെ. പക്ഷെ ബാക്കിയുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ അവൾ അങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അവളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എത്ര പറ്റുന്നോ അതേപോലെ അതേ പെർഫെക്ഷനിൽ പഠിപ്പിച്ച് വേറൊരാൾക്ക് കൊടുക്കുന്ന കണ്ടപ്പം എനിക്ക് ശരിക്കും പ്രൗഡായി അവളെ കുറിച്ച്. നമുക്കറിയാവുന്ന കാര്യം ഒരു 10 പേരെ പഠിപ്പിച്ചാൽ 10 പേരിൽ ഒരാളെങ്കിലും 10 പേരെ പഠിപ്പിക്കും എന്നുള്ളതിലൊരു സന്തോഷമല്ലേ. അപ്പോൾ ശരി, അങ്ങനെ അവളുടെ ആ വീഡിയോയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവർക്കും എല്ലാവർക്കും പൊതുവെ സന്തോഷമായി. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇപ്പം നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പിന്നെ അമ്മയും ചാച്ചിയും വീട്ടിൽ വന്നു. പ്രജിയും ചാച്ചിയും പിറ്റേ ദിവസം തന്നെ അങ്ങ് പോയി കേട്ടോ. പ്രജി കോഴ്സിനും ജോയിൻ ചെയ്തു, ചാച്ചി വീട്ടിലേക്കും പോയി, അച്ഛൻ വീട്ടിലേക്കും പോയി. അമ്മയും ഞാനും ശമ്പൂട്ടനാണ് ഇവിടെ ഉള്ളത്. എൻ്റെ പണി എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് ശമ്പൂട്ടനെ സ്കൂളിൽ അയക്കുന്നത് വരെ, അതായത് രാവിലെ എണീറ്റ് ഒരു 6:30 വരെയുള്ള പരിപാടിയേ എൻ്റെതുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ചെയ്യുന്നത് അമ്മയുടെ പണിയാണ് കേട്ടോ. അമ്മ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യും. എനിക്ക് അമ്മനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുതെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊരു വിചാരമാണ്, ഇനി ഞാൻ ചെയ്താൽ അമ്മയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തില്ലേ എന്ന് കരുതിയിട്ട് കേട്ടോ. ശരി, അപ്പോൾ ഇതെൻ്റെ അതിനുശേഷം നമ്മളിവിടെ വന്നതിന് ശേഷവും പ്രജി കോഴ്സിന് പോയതിന് ശേഷവും നമ്മുടെ വീട്ടിൽ വന്ന ആദ്യത്തെ ഒരു സന്തോഷ ദിവസമാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഞങ്ങളുടെ 8ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ആ ഒരു പർട്ടിക്കുലർ ദിവസം. അവർ തന്ന ഗിഫ്റ്റിലെ സുബ്രഹ്മണ്യന്റെ ചൈതന്യം നോക്കി. ശരി, അപ്പോൾ അമ്മ ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ ചെപ്പിലെല്ലാം സിന്ദൂരെല്ലാം നിറച്ച് വെക്കുമെന്നൊക്കെ കേട്ടോ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ് രാവിലെ ശമ്പൂട്ടൻ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പണിയാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. കാരണം എൻ്റെ അമ്മ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ
അമ്മയ്ക്ക് ഇവിടെ നിൽക്കുമ്പോഴല്ലേ അമ്മയുടെ ഇഷ്ടത്തിനൊക്കെ എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പണിയാരത്തിന് മാവ് പുളിക്കുന്നതിന് മുമ്പേ മാവ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ മാവൊക്കെ അരച്ച് വെച്ച് പുളിക്കുന്നതിന് മുമ്പേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഇഡ്ഡലിക്കുള്ള ബാറ്റർ നന്നായിട്ട് പൊന്തി വന്നപ്പോഴത്തേക്ക് അമ്മ ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ട് എന്നാൽ പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇനിയിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കണ്ട, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പണിയാരം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. നന്നായിട്ട് കുറച്ച് എരിവും ക്യാരറ്റും ഉള്ളിയും എല്ലാം ഇട്ടിട്ട്, അതായത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ, ആ ഒരു ടേസ്റ്റിൽ തന്നെ പന്നിയാരം ഉണ്ടാക്കി കൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കും, ചാച്ചിക്കും ഉണ്ടാക്കി കൊടുക്കണം, മേ ബി ചാച്ചിക്കും ഇഷ്ടപ്പെടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മൾ പന്നിയാരത്തിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അമ്മ അങ്ങനെ ചെയ്ത് നോക്കാത്തൊരു കാര്യമാണ്. കഴിക്കണം എന്നൊക്കെ പറയും, പക്ഷെ അമ്മയായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കൂല. പൊതുവേ ബാക്കിയെല്ലാം അമ്മ ഉണ്ടാക്കി നോക്കുന്ന ആളാണ്. ഇതങ്ങനെ എണ്ണ ആയതുകൊണ്ടായിരിക്കണം സ്വന്തമായിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയൊന്നുമില്ല. ശരി, അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ മിനിമലായിട്ട് കഴിച്ച് അങ്ങനെ ആ ദിവസം അങ്ങനെ പോയി. വൈകുന്നേരം വിളക്കൊക്കെ കൊളുത്തി നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങ് ഒന്ന് കിടക്കാമെന്ന് കരുതി പോയിരിക്കുകയായിരുന്നു. അപ്പം അമ്മ അവിടെ ഇരുന്നിട്ട് നാമം ജപിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ രഞ്ജിയേട്ടനും ചേച്ചിയും മക്കളും കൂടെ ഒരു കേക്കൊക്കെ ആയിട്ട് വന്നു കേട്ടോ, വെഡിങ് ആനിവേഴ്സറി ആയിട്ട്. അപ്പോൾ ചേച്ചി രാവിലെ വിളിച്ച് വിഷ് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, നീ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, ഒന്നാമത് പുതിയ സ്ഥലമാണ്, നമുക്ക് സാധനങ്ങൾ എവിടെ കിട്ടും എന്നറിയില്ല, എൻ്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല, ഇനി പ്രജി വന്നിട്ട് നോക്കിയിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് പറഞ്ഞായിരുന്നു. പക്ഷെ ഇവർ പെട്ടെന്ന് നമ്മൾ വരുന്നൊന്നും പ്രതീക്ഷിച്ചില്ല, നമ്മളൊന്നും ഒരുക്കി വെച്ചില്ല. അപ്പം എന്ത് ചെയ്തു, വന്നപ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ട് കേക്ക് തന്നെ മുറിച്ച് നമ്മളെല്ലാവരും പരസ്പരം കഴിച്ചിട്ട് അങ്ങനെ അവർ പോവാണ് കേട്ടോ ചെയ്തത്. കാരണം അപ്രതീക്ഷിതമായിട്ട് വരുമ്പം ഒരു പെർസെൻറ്റേജെങ്കിലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. അപ്പോൾ വൈകിട്ടത്തേക്ക് രാത്രിയിലത്തേക്ക് ഡിന്നറിന് നമ്മൾ കാര്യമായിട്ട് ചോറൊക്കെ ഉച്ചയ്ക്ക് വെച്ചത് കൊണ്ട് സ്പെഷ്യലായിട്ടൊന്നും ആക്കിയിട്ടില്ല. എന്തോ ബീറ്റ്റൂട്ട് തോരനോ അങ്ങനെ ചെറിയ കറികളാണ്. അപ്പം അമ്മയും പറയും, അധികം ഒന്നും ഉണ്ടാക്കണ്ട, വെറുതെ ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്കല്ലേ വേണ്ടോ. അപ്പം വീട്ടിലധികം കഴിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്പെഷ്യലൊന്നും ഉണ്ടാക്കില്ല. പിന്നെ നാട്ടിലായതുകൊണ്ട് എന്തെങ്കിലും ബേക്കറിയോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ പിന്നെ പെട്ടെന്ന് അമ്മൂട്ടിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അതെല്ലാം വേഗം എടുത്തു കൊടുത്ത് ജസ്റ്റ് ഒരു കേക്കും കഴിച്ചു. രഞ്ജേട്ടന് പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു, അതുകൊണ്ട് വേഗം അവർ കേക്കെല്ലാം കഴിച്ചിട്ട് അങ്ങ് പോയിട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പ്രതീക്ഷിക്കാതെ അവരിങ്ങനെ വന്നപ്പോഴത്തേക്ക് അയ്യോ ഞാനൊന്നും ഇങ്ങനെ കാര്യമായിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പ്രജി വേഗം നമുക്ക് രാത്രിയിലത്തേക്ക് ഡിന്നറിന് പ്രജിയുടെ വകയായിട്ടൊരു പിzzയൊക്കെ ഓർഡർ ചെയ്ത് തന്നു. നമ്മളത് കഴിച്ചതിന് ശേഷം കുറച്ച് ദിവസം അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ പോയി കേട്ടോ. നോർമലായിട്ടുള്ള ദിവസങ്ങളൊക്കെ ശമ്പൂട്ടൻ്റെ സൈക്കിൾ നമ്മൾ റിപ്പയർ ചെയ്തു. അപ്പം അമ്മൂമ്മ അവനുമായിട്ട് കുറച്ച് നേരം നടക്കാനൊക്കെ പോക്കുണ്ട്, സൈക്കിളൊക്കെ ചവിട്ടും കുറച്ച് നേരം. അങ്ങനെ നോർമലി ഉള്ള ദിവസങ്ങളായിട്ട് പോയി. സമയങ്ങളിലൊന്നും നമ്മൾ വീഡിയോസ് എടുക്കുന്നുമില്ല. ഞാനും ഒരു റിലാക്സിങ് സ്റ്റേജിലായിരുന്നു. വീടൊക്കെ ക്ലീൻ ആക്കുന്നു, നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോന്നോരോന്ന് അടുക്കി വെക്കുന്നു. സ്കൂളിലെ നമ്മുടെ ആൻഡമാനിലെ ഒരു ക്ലാസ്സും ഇവിടുത്തെ ക്ലാസ്സും കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ പെൻഡിങ് ആണെന്ന് വെച്ചാൽ ശമ്പൂടിനെ പഠിപ്പിക്കുന്നു. അതേപോലെ പഴയ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് ഉപേക്ഷിച്ചിട്ടൊക്കെ അല്ലേ വന്നത്. അപ്പോൾ പുതിയ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ മേടിച്ച് അവന് വേണ്ടി സെറ്റ് ചെയ്യുന്നു. നമ്മളിനി ഇവിടെ നിന്ന് റൂട്ട് പിടിച്ച് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങനെ ദിവസങ്ങൾ പോയി കേട്ടോ. അങ്ങനെ പോയി സന്തോഷമായിട്ടിരിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചാച്ചി അമ്മേനെ കൂട്ടാൻ വരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. കാരണം നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമുണ്ട്, അപ്പം നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അമ്മയും ചാച്ചിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ചാച്ചി അമ്മേനെ കൂട്ടാൻ വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നേ. അങ്ങനെ ചാച്ചി വരാറായല്ലോ, വരും. പക്ഷേ ഇലക്ഷനും ഉണ്ടല്ലോ, അമ്മയ്ക്ക് വോട്ടും ചെയ്യണം. എനിക്കും ഇലക്ഷൻ വോട്ടുണ്ട്, പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ശമ്പൂട്ടിൻ്റെ സ്കൂൾ ക്ലാസ് ഇങ്ങനെ തുടങ്ങി വന്നതല്ലേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ മുറിഞ്ഞു പോവില്ലേ ക്ലാസ്. അങ്ങനെ അപ്പം നോർമലി അവന് എന്താണ് സ്കൂളിൽ നിന്ന് പോയിട്ട് വരുന്നു, ആൻഡമാനിലെ അതേ റൊട്ടീൻ തന്നെ ഫോളോ ചെയ്യുന്നു. അപ്പം വരുന്നു എന്ന് പറഞ്ഞ ദിവസം പറഞ്ഞു, ഒന്ന് എന്നെ അപ്പൂപ്പൻ ഇന്ന് കൂട്ടാൻ വരണേന്ന് പറഞ്ഞു. അപ്പം കൂട്ടാൻ പോകാൻ നേരം ചാച്ചിക്ക് ഒരു ടെൻഷൻ, ഇനി ചാച്ചിനെ കണ്ടിട്ട് ഡ്രൈവർ കുട്ടീനെ വിട്ടുകൊടുത്തില്ലെങ്കിലോ. എന്നാൽ പിന്നെ അമ്മയും കൂടെ ചെല്ലട്ടെ, അമ്മേനെ പരിചയമായല്ലോ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട്. അങ്ങനെ അമ്മയും ചാച്ചിയും എല്ലാവരും കൂടെ ശമ്പൂട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയി കേട്ടോ. അവൻ അപ്പൂപ്പനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതേപോലെ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്, അതായത് അമ്മമ്മ പോവല്ലോ എന്നോർത്തിട്ട്. അമ്മമ്മ ഉള്ളപ്പം അറിയാലോ വഷളാക്കും. ഈ ഗ്രാൻഡ് പേരൻസിന്റെ അടുത്തില്ലേ
നമ്മുടെ കുട്ടികൾക്ക് ഒരു നോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനേ ഇല്ല, എല്ലാം എസ് ആണ്. പക്ഷെ ഈ പേരൻസ് തന്നെയാണ് നമ്മളെ വളർത്തിയത്, നമുക്കൊരു എസ്സും ഉണ്ടായിട്ടില്ല. അതാണ് കേട്ടോ കാര്യം. പിന്നെ വേഗം കീർത്തിയും സഞ്ജുവേട്ടനും ഒക്കെ വന്നു കേട്ടോ. കാരണം ബേബിക്കുട്ടന്റെ ബർത്ത്ഡേ വരികയാണ്, ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇലക്ഷന്റെ ദിവസം ആയതുകൊണ്ട് തന്നെ അവർക്ക് നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാനും ശമ്പൂട്ടനും കൂടെ പോയിട്ട് ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ചു. അതിന്റെ ഷോർട്ട് വീഡിയോ അല്ല, ഒരു ചെറിയ വീഡിയോ ഞാൻ അതിന്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നുണ്ടായ പ്രശ്നങ്ങളും ദുരിതപ്പാടുകളും ഒക്കെ ഞാൻ അന്നത്തെ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണക്കാരൻ ശംഭു. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, കാർവാറിന്ന് നമ്മൾ പോരുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നേ ഇല്ല 2 വർഷത്തിന് ശേഷം പിന്നെയും നമ്മൾ ഒരുമിച്ചാകുന്നു. അതേപോലെ ആൻഡമാനിൽ നിന്ന് നമ്മൾ രശ്മി ചേച്ചിയൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല 1 വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അതേപോലെ ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ആൻഡമാനിൽ ഇപ്പോൾ ഉപേക്ഷിച്ചിട്ട് വന്നവരെ ഒക്കെ എപ്പോഴെങ്കിലും കാണാൻ പറ്റും എന്നുള്ള കാര്യം. മനോജേട്ടനും സിൻസിസി ഇവിടെ ഉണ്ട്. അതായത് ആദ്യമായിട്ട് ആൻഡമാനിൽ നമ്മൾ വന്നപ്പോൾ മലയാളി ഗ്രൂപ്പിനെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് മനോജേട്ടനും സിൻസിസിയും. അവരും ഇവിടെ ഉണ്ട്. അപ്പം അവരും കൂടെ ഉള്ളപ്പോൾ നമുക്കിനി അവരെ കാണാനും കൂടെ പോവണ്ടേ. അവരിപ്പോൾ നാട്ടിലാണ്, അതുകൊണ്ടാണ് കേട്ടോ കാണാൻ പോവാത്തത്. അപ്പം അങ്ങനെ നമ്മുടെ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം സാധനങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബ്ലിങ്കിറ്റ്, ജിയോമാർട്ട് അല്ലെങ്കിൽ സെപ്റ്റോ ഒക്കെ ഉള്ളത് കൊണ്ട് എന്ത് സാധനം വേണമെന്ന് വിചാരിച്ചാൽ അപ്പം തന്നെ എത്തും. പിന്നെ നമുക്ക് കൊണ്ടുതരാനൊരു ആളും ഉണ്ടല്ലോ, ശംഭൂട്ടൻ. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കോള് വരുമ്പോൾ തന്നെ താഴെ പോയി മേടിക്കാനൊക്കെ ആയിട്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ താമസിക്കുന്നത്. ഓണറാണ് താഴത്തെ വീട്ടിൽ താമസിക്കുന്നത്. അപ്പം അവനിങ്ങനെ പറയാണ്, ഞാൻ ഇത്രയും വെയിറ്റ് എടുത്തമ്മ, ഞാൻ ഇത്ര സ്ട്രോങ് ആയി അമ്മ, ഞാൻ ഇത്ര ബിഗ് ആയി അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് സാധനം കൊണ്ട് തരുവാണ് കേട്ടോ. ഞാനും അത് മുതലാക്കാറുണ്ട്. കാരണം 6 വയസ്സ് കഴിഞ്ഞില്ലേ, 7 വയസ്സാവാൻ പോകുന്നു. അപ്പം ഇനി അത്യാവശ്യം പണികളൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വിടും കേട്ടോ. കാരണം ആദ്യമായിട്ടൊരു കടയിൽ പോയി സാധനം ഒറ്റയ്ക്ക് മേടിക്കുന്നു, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനെ OTP ഒക്കെ പറഞ്ഞു കൊടുത്ത് മേടിക്കുന്നു എന്ന് പറയുമ്പം അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ OTP ഒക്കെ ഞാൻ കയ്യിൽ എഴുതി കൊടുത്തു കേട്ടോ. OTP വന്നപ്പോൾ തന്നെ ഞാൻ കയ്യിൽ എഴുതി കൊടുത്തു, ഇത് പറഞ്ഞു കൊടുക്കണം, എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ പുള്ളിക്കാരനും കുറച്ചു നേരം അവനോട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇലക്ഷനും കഴിഞ്ഞു. ഇലക്ഷന്റെ റിസൾട്ടും വന്ന് അതിന്റെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ രാത്രി അങ്ങനെ കടന്നുപോയി. അങ്ങനെയാണ് കഴിഞ്ഞ 1 മാസത്തെ വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ 1 മാസമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് സംഭവിച്ചിരിക്കുന്നത്. ഇനിയുള്ള വീഡിയോസൊക്കെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള തയ്യാറെടുപ്പൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിരുന്നാലും നോക്കാം എവിടെ വരെ പോകുന്നില്ലേ. ശരി, അപ്പം നമ്മുടെ കൊച്ചി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയുക കേട്ടോ. ടാറ്റാ.